السلام عليكم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله وارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب. ആദരണീയനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേന്ദ്ര മുശാവറ അംഗം ഇപ്പം മുസ്ലിയാർ അവരുടെ പ്രിയങ്കരനായ SKSFന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഓണപ്പള്ളി മുഹമ്മദ് ഫൈസി, ആദരണീയനായ KKS തങ്ങൾ വെട്ടിച്ചിറ, ബഹുമാന്യനായ പാലത്തായി മൊയ്തു ഹാജി, CK ഉസ്താദ്, ആദരണീയരായ ഷാഹുൽ ഹമീദ് മാസ്റ്റർ മേൽമുറി, എന്റെ പ്രിയങ്കരനായ സഹപ്രവർത്തകൻ തയ്യൂബ് ഫൈസി, ഹസൻ സക്കാഫി പൂക്കോട്ടൂർ, MP കടങ്ങല്ലൂർ, ഉമർ ദർസി തച്ചണ്ണ തുടങ്ങി ഈ വേദിയിലും സത്യം സന്നിഹിതരായിരിക്കുന്ന ആദരണീയരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കുന്നരായ നായകന്മാരെ, ഊർജ്ജസ്വലരായ SKSFന്റെ ഭാവ വാഗ്ദാനങ്ങളായ പൊന്നനുജന്മാരെ, മഹാന്മാരായ പണ്ഡിതന്മാരെ, കാരണവന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വളരെ അനുഗ്രഹീതമായ ഒരു കാലാവസ്ഥയിൽ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് അജയ്യമായ നായകത്വം നൽകി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും അതിന്റെ കീഴ്ഘടകങ്ങളും വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. നീണ്ട 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദീനുൽ ഇസ്ലാമിന്റെ വെള്ളിവെളിവുമായി കേരളത്തിൽ കടന്നുവന്നത് പ്രവാചക തിരുമേനിയുടെ ആദരണീയരും അനുകരണീയരുമായ അനുചരന്മാരായിരുന്നു എന്നത് ചരിത്രപരമായ ഒരു സത്യം മാത്രമാണ്. ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിനും ലഭിക്കാതെ പോയ ഒരു സൗഭാഗ്യമാണ് പ്രവാചകരുടെ മാതൃകായോഗ്യരായ അനുചരന്മാരിൽ നിന്ന് നേരിട്ട് സ്വീകരിക്കാൻ സാധിക്കുക എന്ന മഹാസൗഭാഗ്യം നമുക്ക് കിട്ടിയെന്നത്. ആ സംശുദ്ധമായ ദീനിന്റെ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാന കർമ്മങ്ങൾ അത് നീണ്ട 13 നൂറ്റാണ്ട് കാലം കേരളത്തിൽ അഭംഗുരം തുടർന്നു വന്നു എന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. 1920-ൽ നവീന ചിന്തയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നപ്പോൾ അവരെ പിന്തുടർന്ന് ഇന്ന ജമാഅത്തെ ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത് തുടങ്ങി അനവധി അവാന്തര വിഭാഗങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ഈ ഘട്ടങ്ങളിലെല്ലാം ബിദഈ പ്രസ്ഥാനത്തിൽ മുസ്ലിം ബഹുജനം ആകൃഷ്ടരാകാതിരിക്കാനായി കനത്ത കന്മതിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പൂർവ്വകാല മാർഗത്തിൽ ഭദ്രമായി സരണിയിൽ ഉറപ്പു നിർത്തിയത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയായിരുന്നു. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ എന്ന കാര്യം നമുക്കാർക്കും അറിയാം. ഈ പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കുന്നിടത്താണ് സകലമാന പ്രശ്നങ്ങളുടെയും തുടക്കം. സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ള ഒരു കക്ഷിയും ഖുർആനും ഹദീസും നിഷേധിക്കുന്നില്ല. പ്രധാനമായും ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കുന്നിടത്തുള്ള വൈജാത്യങ്ങളാണ് ഈ ഭിന്നതകളുടെ മൂലകം അല്ലെങ്കിൽ അടിസ്ഥാന കാരണം. സുന്നത്ത് ജമാഅത്ത് അംഗീകരിക്കുന്ന അടിസ്ഥാനപരമായ മാർഗം പ്രമാണങ്ങൾ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും യോഗ്യതയുള്ളവർ, അർഹതയുള്ളവർ ഒരൊറ്റ വിഭാഗം മാത്രമാണ്. അടിസ്ഥാനപരമായി പ്രവാചകരുടെ
ജീവിതചര്യയും ഖുർആൻ സൂക്തങ്ങളുടെ അവതരണവും നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് അതിന്റെ പശ്ചാത്തലങ്ങൾക്ക് ദൃക്സാക്ഷികളായ ആദരണീയരും അനുകരണീയരുമായ സ്വഹാബിവരന്മാർ അവരെങ്ങനെ പ്രമാണങ്ങൾ വ്യാഖ്യാനിച്ചു, ആ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ശരി എന്ന് നാം പറയുക. ആ വ്യാഖ്യാനങ്ങൾ ഭംഗിയായി ക്രോഡീകരിച്ചതാണ് ഇസ്ലാമിലെ മദ്ഹബുകൾ. മദ്ഹബുകൾ അംഗീകരിക്കുക എന്ന് വച്ചാൽ വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും യഥാർത്ഥ വ്യാഖ്യാനം അംഗീകരിച്ചു എന്നാണ് അതിനർത്ഥം. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്ന സുന്നത്തിന്റെ മാർഗത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വഴിതെറ്റുന്ന പ്രശ്നമേയില്ല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും സച്ചരിതരായ മുൻഗാമികൾ വ്യാഖ്യാനിച്ച് വിശദീകരിച്ച് മതനിയമങ്ങൾ ആവിഷ്കരിച്ച് നിർദ്ധരിച്ചു തന്നത് അതങ്ങനെ തന്നെ അക്കാലത്ത് ക്രോഡീകരിക്കപ്പെട്ടത് പിൻപറ്റുക മാത്രമാണ് നാം ചെയ്യുന്നത്. നമ്മൾ ഖുർആനും സുന്നത്തും കാലത്തിനനുസൃതമായി സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാൻ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് തന്നെ വഴിതെറ്റുന്ന പ്രശ്നവുമില്ല. സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുള്ള കക്ഷികൾ നിരന്തരം പുതിയ പുതിയ വാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാൻ എന്താണ് കാരണം? നിരന്തരം പിളർന്നുകൊണ്ടേയിരിക്കാൻ എന്താണ് കാരണം? സംഘടനാപരമായ പിളർപ്പല്ലല്ലോ, ആശയങ്ങളിൽ അധിഷ്ഠിതമായ പിളർപ്പാണ്. ജിന്നിനെ വിളിച്ചു തേടിയാൽ ശിർക്കാകുമോ ഇല്ലേ? മലക്കിനെ വിളിച്ചു തേടിയാൽ ശിർക്കാകുമോ ഇല്ലേ? മഹാത്മാക്കളെ വിളിച്ചു തേടിയാൽ ശിർക്കാകുമോ ഇല്ലേ? തുടങ്ങി അടിസ്ഥാനപരവും ശാഖാപരവുമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഈ ഭിന്നത തുടർന്നു വരുന്നു എന്ന് മാത്രമല്ല, പിളർന്നുകൊണ്ടേയിരിക്കാൻ എന്താണ് കാരണം? പ്രമാണങ്ങൾ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാനുള്ള അവകാശങ്ങൾ വകവച്ചു കൊടുത്തതാണ് പ്രശ്നം. കേരളത്തിലെ ബിദഅഈ പ്രസ്ഥാനങ്ങളെന്ന് മാത്രമല്ല, ലോക ചരിത്രത്തിലെ ഏത് പുതിയ പ്രസ്ഥാനങ്ങളും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പ്രമാണങ്ങൾ സ്വതന്ത്രമായി വ്യാഖ്യാനിക്കാനുള്ള അവകാശം അനുയായികൾക്ക് വകവച്ചു കൊടുക്കുന്ന കാലത്തോളം തുടർന്നുകൊണ്ടിരിക്കുന്ന പിളർപ്പ് ഒരു കാരണവശാലും അവർക്കൊരു കാലത്തും അവസാനിപ്പിക്കാൻ സാധിക്കില്ല. കൂടുതൽ കൂടുതൽ പുതിയ പുതിയ കക്ഷികളും ചിന്തകളും വളർന്നുകൊണ്ടേയിരിക്കും. അതായിരിക്കും അനന്തരഫലം. സാന്ദർഭികമായ ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കേശവാണിഭക്കാർക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വ്യാപകമായി ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേശവാണിഭത്തിനെതിരെ ക്യാമ്പയിൻ നടത്തേണ്ടത് തന്നെയാണ്, നമ്മളത് ശരിവെക്കുന്നു. പക്ഷെ അതിന്റെ മറവിൽ ഇസ്ലാമിൽ പൗരോഹിത്യമുണ്ടെന്ന് പോസ്റ്ററുകൾ വഴി പോലും മുസ്ലിം സമുദായത്തിനും അമുസ്ലിങ്ങൾക്കിടയിൽ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അപകടകരമായ പ്രവണതയാണ്. മുസ്ലിം സമുദായത്തിൽ പൗരോഹിത്യമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഈ കേശവാണിഭത്തിന്റെ മറവിലുള്ള നീക്കം അത്യന്തം അപകടകരമാണ്. എന്തുകൊണ്ടെന്നാൽ പൗരോഹിത്യമെന്ന് പറഞ്ഞാൽ മതത്തിൽ നിയമങ്ങൾ ആവിഷ്കരിക്കാൻ സ്വാതന്ത്ര്യമുള്ളവർ എന്നാണ് ഈ പുരോഹിതന്മാർ എന്ന് പറയുന്ന വിഭാഗം. ഈ പൗരോഹിത്യം ക്രിസ്തുമതത്തിലുണ്ട്, ജൂതമതത്തിലുണ്ട്. അവർക്ക് മതനിയമങ്ങൾ നിർമ്മിക്കാനുള്ള അവകാശമുണ്ട്. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തീരുമാനിക്കാനും തെറ്റ് പുറത്തു കൊടുക്കാനുള്ള അവകാശം പുരോഹിതന്മാർക്കിട്ട്. പക്ഷേ വിശുദ്ധ ഇസ്ലാം പാവനമാണ്. വിശുദ്ധ ഇസ്ലാമിൽ എത്ര വലിയ പണ്ഡിതനായിരുന്നാലും ശരി, മതത്തിൽ ശാഖാപരമായ ഒരു കാര്യത്തിൽ പോലും നിയമനിർമ്മാണം നടത്താനുള്ള അവകാശം ഇല്ലേ ഇല്ല. ഇസ്ലാമിൽ പൗരോഹിത്യമില്ല. എന്നിരിക്കെ ഈ കേശവാണിഭത്തെ വിമർശിക്കുന്നതിന്റെ മറവിൽ മുസ്ലിങ്ങളിൽ പൗരോഹിത്യമുണ്ടെന്ന് പ്രചരിപ്പിക്കുക വഴി ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് ശക്തി പകരാൻ ശ്രമിക്കുകയാണ് അത്തരം വിഭാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളുമായ മഹാന്മാരായ ഉസ്താദുൽ അസാത്തീദ് റഈസുൽ മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ, ആദരണീയനായ ശംസുറമ ഇ.കെ. ഉസ്താദ് നവ്വറല്ലാഹു മർഖദഹിമ, അവരൊക്കെ ദീർഘദർശനം ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ നിന്ന് അക്കാലത്ത് 2.5 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മാറ്റി നിർത്തിയ വിഭാഗം അത്തരം ആളുകൾ ഞാൻ ഇന്നും ഓർക്കുകയാണ്. ഇതേ സ്ഥലത്ത് വെച്ചാണ് 25 വർഷങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 1989 ജനുവരി 6, 1989 ജനുവരി 6 ഈ പ്രദേശത്ത് നടന്ന തിങ്ങി നിറഞ്ഞ് ഇവിടെ ഈ സുന്നി മഹല്ലാത്ത കാലഘട്ടം പരന്നൊഴുകുന്ന ഈ പാടത്തും ഈ പ്രദേശത്തുമായി നിൽക്കുന്ന 10,000 സാക്ഷി നിർത്തിക്കൊണ്ട് സ്റ്റേജിൽ ആദരണീയനായ ഉസ്താദുൽ അസാത്തീദ് മുഹദ്ദിഖീൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ ദീർഘമായ പ്രാർത്ഥന നടത്തി. സമസ്തയുടെ പണ്ഡിതന്മാർ നിറഞ്ഞു നിൽക്കുന്ന ആ സ്റ്റേജിൽ വെച്ച് അന്ന് ഉസ്താദുമാരുടെ ദീർഘദർശനം
അന്നവർ പറഞ്ഞത്, അന്നിവരെ മാറ്റി നിർത്തുന്ന ഘട്ടത്തിൽ പ്രത്യക്ഷത്തിൽ പ്രകടമായ വലിയ അപകടങ്ങളും അവരുടെ ഭാഗത്ത് നമ്മൾ കണ്ടിരുന്നില്ല. പക്ഷെ അവർ ദീർഘദർശികളാണ്. അള്ളാഹു നൽകുന്ന കണ്ണിന്റെ കാഴ്ച കൊണ്ടാണ് അവർ കാണുന്നത്. ഈ തരത്തിൽ അപകടകരമായ ഒരു വിധാനത്തിലേക്ക് അവർ പോകുമെന്ന് ദീർഘദർശനം ചെയ്യാൻ അവർക്ക് സാധിച്ചു. അന്ന് കാന്തപുരത്തെ മഹാന്മാരായ പണ്ഡിതന്മാർ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് കാന്തപുരം വിഭാഗം കാണിക്കുന്ന ഈ നെറികേടുകളുടെ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ന്യായീകരിക്കാനും വ്യാഖ്യാനിക്കാനും ഞാനും നിങ്ങൾ നിർബന്ധിതമാകുമായിരുന്നു. അള്ളാഹു കാത്തുരക്ഷിക്കും. പക്ഷെ അവരിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെയ്തികൾ അത്യന്തം അപകടകരമാണ്. ഈ പ്രസ്ഥാനങ്ങളെ പോലെ തന്നെ മതവേഷമുള്ള പണ്ഡിത വേഷധാരികളായ ഇത്തരം ആളുകൾ മതരംഗത്ത് നേതൃത്വം നൽകുന്നതോടൊപ്പം എല്ലാവിധ വൈകൃതങ്ങളിലും അകപ്പെടുകയും എല്ലാവിധ തട്ടിപ്പുകൾക്കും ചൂഷണങ്ങൾക്കും നേതൃത്വം നൽകുകയും ചെയ്യുന്നത് സത്യത്തിൽ ഇസ്ലാമിനെയും ഇസ്ലാമിക പണ്ഡിതന്മാരെയും ദീനീ ദഅവത്ത് വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ ഇടയാക്കിയേക്കുമെന്ന കാര്യത്തിൽ ഒരു സന്ദേഹവുമില്ല, ഒരു സംശയവുമില്ല. അവരെന്തൊക്കെയാണ് ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇതായി കഴിഞ്ഞ ദിവസം ഇറങ്ങിയ പത്രങ്ങളിൽ മുഴുവൻ നാം കണ്ട ഒരു ചിത്രം, ശുഭ്രവസ്ത്രധാരിയായ ഫുൾ കൈ വെള്ള ഷർട്ട് ധരിച്ച, തലപ്പാവണിഞ്ഞ, വെള്ള തുണി ധരിച്ച, നല്ല തികഞ്ഞൊരു പണ്ഡിതന്റെ ലുക്കുള്ള ഒരു ചിത്രം. അദ്ദേഹം തന്റെ മുഖം പൊത്തിക്കൊണ്ടൊരു തൂവായല കൊണ്ട് മുഖം പൊത്തിക്കൊണ്ട് പച്ചയായി പത്രങ്ങളുടെ മുൻപേക്ക് നിൽക്കുന്നു. ഇതുപോലെ ചനകളിൽ നാം കാണുന്നു. എന്തിനാണ് ഇയാൾ കോടതിയിൽ കീഴടങ്ങിയത്? പോലീസ് എന്തിനാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഉത്തരം വളരെ വ്യക്തം. അദ്ദേഹം 100 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തിരിക്കുന്നു. ആരാണ് ഈ തട്ടിയെടുത്ത പണ്ഡിത വേഷധാരി? യാദൃച്ഛികമായി ഇന്നലെ ചാനലിന്റെ ഒരു പ്രവർത്തകൻ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിനീതനെ വിളിച്ചപ്പോൾ പറഞ്ഞു അത് മുസ്ലിമായിരുന്നു. ഈ കീഴടങ്ങുന്ന സമയത്ത് ഇയാൾക്ക് ഒരു കാര്യം സമുദായത്തിന് വേണ്ടി ചെയ്യാമായിരുന്നു. ആ വേഷം മാറ്റിവെച്ച് ഒരു സാധാരണ പൗരന്റെ വേഷം ധരിച്ചായിരുന്നു കീഴടങ്ങിയതെങ്കിൽ ഇത്രമാത്രം ഇസ്ലാമിന് പരിക്കേൽക്കുമായിരുന്നില്ല എന്ന് അദ്ദേഹം അനുസ്മരിച്ചത് സാന്ദർഭികമായി ഞാൻ ഓർക്കുകയാണ്. 100 കോടിയിൽ പരം രൂപ തട്ടിയെടുത്തു. കേവലം ഒരു മുസ്ലിയാർ മാത്രമല്ല, കാന്തപുരം വിഭാഗത്തിന്റെ അഖിലേന്ത്യാ ഓർഗനൈസർമാരായി പ്രവർത്തിച്ച 2 പേരുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒന്ന് ഷാഹുൽ ഹമീദ് ബാക്കവി ശാന്തപുരമായിരുന്നു, രണ്ടാമൻ ഈ പറഞ്ഞ അബ്ദുന്നൂർ മൗലവി കുറ്റിപ്പുറമായിരുന്നു. കാന്തപുരത്തിന്റെ എല്ലാമായ ഈ നിമിഷം വരെയും കാന്തപുരത്തിന്റെ പ്രൊട്ടക്ഷനാണ് ആൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. കാന്തപുരത്തിന്റെ പണച്ചാക്കിന്റെ സ്വാധീനവും രാഷ്ട്രീയ സ്വാധീനവും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അനുയോജ്യരായ പോലീസ് ഓഫീസർമാരെ സ്വാധീനിച്ചുകൊണ്ട് അയാളെ രക്ഷപ്പെടുത്താനുള്ള നിഗൂഢമായ നീക്കങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതൊരു പണ്ഡിത വേഷധാരിയാണ് ഇതിന് പിന്നിൽ. തൊട്ടപ്പുറത്ത് ഷാഹ് മുബാറക്ക് മസ്ജിദിന് വേണ്ടി പച്ചയായി 40 കോടി പിരിച്ചെടുത്ത് പച്ചയായി ജനങ്ങളെ കബളിപ്പിച്ചത് ഈ പണ്ഡിതന്മാരാണ്. മുസ്ലിം സമൂഹം മാത്രമല്ല, ഈ രാജ്യത്തെ പൗരന്മാർ നോക്കിക്കാണുകയാണ്. തൊട്ടപ്പുറത്ത് കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹൈടെക് ഹോസ്പിറ്റൽ സ്ഥാപിക്കാൻ വേണ്ടി മുൻ പ്രധാനമന്ത്രി ദേവഗൌഡയെ കൊണ്ട് തറക്കല്ലിടിച്ച് കോടികൾ സംഘടിപ്പിച്ച് 100 കോടി രൂപ സംഘടിപ്പിച്ച് തുടക്കം കുറിച്ച് പിന്നീട് അപ്രത്യക്ഷമായത് ഇതേ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവർകളാണ്. തൊട്ടപ്പുറത്ത് മാള മെഡിക്കൽ കോളേജ് സ്ഥാപിക്കാൻ വേണ്ടി 50 ലക്ഷം വെച്ച് എത്ര ആളുകൾ ഷെയർ പിരിച്ചു എന്നറിയില്ല, ഒരു മെഡിക്കൽ സീറ്റ് ഫ്രീ, 50 ലക്ഷത്തിന് ലാഭവിഹിതവും എന്ന് പറഞ്ഞുകൊണ്ട് 100 കണക്കിന് ആളുകൾ കോടി തിരിച്ചെടുത്ത് അത് വിജയിപ്പിക്കാൻ വേണ്ടി കാരന്തൂർ മർക്കസ് ആസ്ഥാനമായ പള്ളിയും കോംപ്ലക്സും ഉൾപ്പെടെയുള്ള ആസ്തി മുഴുവൻ കോടികൾക്ക് പണയം വെച്ച് പലിശക്ക് പണയം വെച്ചതും ഈ പണ്ഡിത വേഷധാരികളാണ്. തൊട്ടപ്പുറത്ത് പാലക്കാട് ക്രസന്റ് കമ്പനി സ്ഥാപിക്കാൻ വേണ്ടി 3 ലക്ഷം രൂപ വെച്ച്, അക്കാലത്ത് 3 ലക്ഷം എന്ന് പറയാൻ ഇന്ന് 30 ലക്ഷമാണ്, അനവധി ആളുകൾ ഷെയർ പിരിച്ചെടുത്ത് ആ പണവുമായി മുങ്ങിയതും ഈ പണ്ഡിത വേഷധാരികളാണ്. പാണ്ഡിത്യത്തിന്റെ വേഷമണിഞ്ഞ മതരംഗത്ത് നേതൃത്വം നൽകുന്ന ഇത്തരം ആളുകൾ ഇത്തരം വൈകൃതങ്ങൾക്ക് നേതൃത്വം നൽകുമ്പോൾ അള്ളാഹുവിന്റെ വിശുദ്ധ ദീനിനെ കുറിച്ച് പൊതുസമൂഹത്തിനിടെ തെറ്റിദ്ധരിപ്പിക്കപ്പെടാനും
ഇസ്ലാമിക ദഅവത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ വഴി അമുസ്ലിം സുഹൃത്തുക്കൾ ഇസ്ലാമിൽ ആകൃഷ്ടരാക്കുന്നതിന് തടസ്സം സൃഷ്ടിക്കാനും മാത്രമേ ഇത്തരം പ്രവർത്തനങ്ങൾ കൊണ്ട് സാധിക്കൂ എന്നത് അത്തരം ആളുകൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, അത്തരം ആളുകൾ മിനിമം ഇത്ര വലിയ സാമ്പത്തിക ചൂഷണവും തട്ടിപ്പും നടത്തണമെങ്കിൽ ഇവർക്ക് ബിനാമികളെ വെച്ചുകൂടെ? എന്തിനാണ് ഇവർ നേതൃത്വം നൽകുന്നത്? സാമ്പത്തിക നേട്ടങ്ങൾ ഉദ്ദേശിക്കണമെങ്കിൽ ഇവർ പിന്നിൽ നിന്നുകൊണ്ട് ബിനാമികളെ കൊണ്ട് ഈ ബിസിനസ്സുകളും ചൂഷണവും ഒക്കെ നടത്താമല്ലോ. എന്നാലും ഇസ്ലാം ഇത്രമാത്രം പരിക്കേൽക്കുമായിരുന്നില്ല. അപകടകരമായ വിധാനത്തിലൂടെയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അല്ലാഹു ദീനിനെ കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം സാന്ദർഭികമായി അനുസ്മരിക്കുക. പിന്നൊറ്റക്കാരും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ അതിന്റെ പ്രവർത്തകരാണ്, അതിന്റെ പ്രചാരകരാണ്. ഈ പറയുന്ന നമുക്കാർക്കും ഒരു കളങ്കവുമില്ല. ഇതാ നിങ്ങളിരിക്കുന്ന ഓരോ ആളുകളെ കുറിച്ചും നിങ്ങൾക്കറിയാം. ഈ ഇരിക്കുന്ന ഓരോ പണ്ഡിതന്മാരും പൗരപ്രമുഖരും നമ്മുടെ ഉമറാക്കളും സാദാത്തുക്കളും ഓരോരുത്തരെ വ്യക്തിപരമായി നിങ്ങൾ അന്വേഷിച്ചു 10 ഫിൽസിന്റെ 10 പൈസയുടെ സാമ്പത്തിക തിരിമറി നടത്തിയ നമ്മുടെ ഈ കൂട്ടത്തിലില്ല, നമ്മുടെ നേതൃനിരയിൽ ഏതായാലുമില്ല. ഈ വിശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കളും ആരിഫ്യങ്ങളും പടുത്തുയർത്തിയ അവരുടെ പ്രാർത്ഥനയുടെ ഭാഗമായിക്കൊണ്ട് ഈ പ്രവർത്തനവുമായി ദ്രുതഗതിയിൽ മുന്നോട്ട് ഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനറിയാം, അള്ളാഹുവിന്റെ ദീനിന്റെ സംവിധാനം നേതൃത്വം നൽകുന്ന മഹാന്മാർക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള ഒരേ ഒരു കുറവ്, നമുക്കൊരു കുറവുമില്ല, ഒരൊറ്റ കുറവ് മാത്രമാണ്. അപ്പുറത്ത് മുജാഹിദ് പ്രസ്ഥാനം തകർന്നടിഞ്ഞ് ചിഹ്ന ഭിന്നമായി ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ജമാഅത്തെ ഇസ്ലാമി ആശയപരമായി ഒന്നുമില്ലാത്ത വിഭാഗമായിരിക്കുകയാണ്. തീവ്രവാദ പ്രസ്ഥാനങ്ങൾക്ക് വളരാൻ കഴിയില്ലെന്ന് കേരളീയ സമൂഹം ബോധ്യപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ്. വ്യാജ ത്വരീഖത്തുകൾക്കാകട്ടെ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ജനങ്ങൾ മൊത്തം ഉറ്റുനോക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ പോലും അവരുടെ തൗഹീദിൽ ആകൃഷ്ടരായി മാത്രമാണ് ഞാൻ അങ്ങോട്ട് പോയത്. മറ്റു വിഷയങ്ങൾ എനിക്ക് പണ്ടേ വിയോജിപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ സമസ്തയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണ് എന്നതിൽ ബന്ധപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇത്തരമൊരു സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ സ്നേഹപൂർവ്വം ഉണർത്തട്ടെ, നമുക്കൊരു പോർമേൽക്കാതെ, ഒരു പരിക്കുമേൽക്കാതെ ഭദ്രമായ സംഘടനാ സംവിധാനങ്ങളുമായി കേരളത്തിലെ ഏറ്റവും വലിയ മുസ്ലിം മതസംഘടനയായി നമ്മുടെ പ്രവർത്തനങ്ങളുമായി ആദരണീയരായ നമ്മുടെ നേതാക്കൾ നമുക്ക് നേതൃത്വം നൽകിക്കൊണ്ട് മുന്നോട്ട് ഗമിക്കുകയാണ്. പക്ഷേ നമുക്ക് ഈ കാലഘട്ടത്തിനനുസൃതമായി വലിയൊരു വിടവ്, വലിയൊരു കുറവുണ്ടായിരുന്നു, ഒരു ദിനപത്രത്തിന്റെ അഭാവം. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ആ ദിനപത്രത്തിന് തുടക്കം കുറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും സമ്പൂർണ്ണമായി കഴിഞ്ഞിരിക്കുകയാണ്. ആ ദിനപത്രം സുപ്രഭാതം അതിന് തുടക്കം കുറിക്കാൻ വേണ്ടി അതിന് തീരുമാനമെടുത്തത് ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ അധ്യക്ഷതയിൽ ചേർന്ന സമസ്ത കേരള ജംഇയ്യത്തുലമ കേന്ദ്ര മുശാവറയാണ്. അതിന് ആദ്യത്തെ ഫണ്ട് നൽകിയത് ആദരണീയനായ പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളവരുകളാണ്. അതിന് കൃത്യമായി മഹല്ലുകളിൽ നിന്ന് ഫണ്ടാണ് നൽകുന്നത്. ഓരോ മഹല്ലുകളിൽ നിന്നും എല്ലാവരും ജാതി മതഭേദമന്യേ നമ്മൾ പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഫണ്ട് മുസ്ലിങ്ങളിലെ മഹല്ലിൽപ്പെട്ട എല്ലാ വിഭാഗം ആളുകളും, അതിൽ കോൺഗ്രസുകാരുണ്ട്, മുസ്ലിം ലീഗുകാരുണ്ട്, CPM അനുഭാവികൾ പോലുമുണ്ട്. രാഷ്ട്രീയ ഭിന്നതകൾക്ക് അതീതമായി മഹല്ലുകളെ മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി സമസ്ത ശക്തി പ്രാപിക്കണം, സമസ്തയുടെ പത്രം വളരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമായ ഫണ്ടുകൾ മഹല്ലുകളിൽ ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആ തരത്തിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ ദിനപത്രം യാഥാർത്ഥ്യമാകാനുള്ള സാങ്കേതിക പ്രശ്നങ്ങളും മറ്റും വിശദമായി അവലോകനം ചെയ്ത് വിലയിരുത്തി അന്തിമമായി ഇന്നലെ ആദരണീയനായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാ ഘടകങ്ങളുടെയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ പങ്കെടുത്ത കോഴിക്കോട് ഹൈസൺ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ വെച്ച് സമസ്തയുടെ അജയ്യനായ ജനറൽ സെക്രട്ടറി സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുൽ മുസ്ലിയാർ ഔദ്യോഗികമായി തക്ബീർ ധ്വനികൾക്കിടയിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുപ്രഭാതം ദിനപത്രം ഇൻഷാ അല്ലാഹ് അടുത്ത ആഗസ്റ്റ് 1 രാവിലെ നിങ്ങൾ വീടുകളിൽ എത്തിച്ചേരുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. തൊട്ട് തലേ ദിവസം ജൂലൈ 31 കോഴിക്കോട് വെച്ച് പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങ് നടക്കും. ആ ഫോട്ടോ സഹിതം പിറ്റേന്ന് കാലത്ത് ഇൻഷാ അല്ലാഹ് പത്രം നമുക്ക് ലഭ്യമാകുമെന്ന്. ആ പ്രവർത്തനങ്ങളുമായി ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഇന്നലെ ക്ഷണിക്കപ്പെട്ടത് ആ ചടങ്ങിൽ വിപുലമായ പരിപാടി സംവിധാനിക്കാൻ സൗകര്യമില്ലാത്തതുകൊണ്ട് നമ്മുടെ സംഘടനകൾ മാത്രം, സമസ്ത കേരള ജംഇയ്യത്തുലമ, വിദ്യാഭ്യാസ ബോർഡ്, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, സുന്നി ഹൽ ഫെഡറേഷൻ, SKSSF, ജംഇയ്യത്തുൽ മുഅല്ലിമീൻ തുടങ്ങിയ നമ്മുടെ ഘടകങ്ങളുടെ
സംസ്ഥാന കമ്മിറ്റി നിർവാഹക സമിതി അംഗങ്ങൾ മാത്രം, അവർ തന്നെ 100-300 ആളുകൾ വരും. അവർ മാത്രം പങ്കെടുത്ത ചടങ്ങിൽ എന്നിട്ട് ചില ആളുകൾ കുപ്രചരണം അഴിച്ചുവിടുകയാണ്. നമ്മൾ മുസ്ലിം ലീഗിന്റെ വാലാണ് എന്ന് പ്രചരിപ്പിച്ചിരുന്ന ആളുകൾ ഇപ്പൊ മുസ്ലിം ലീഗ് ആ പരിപാടി ക്ഷണിച്ചില്ല എന്ന് മറ്റൊരു നിലയിൽ പ്രചരിപ്പിക്കാൻ നോക്കുകയാണ്. അതിനൊന്നും സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് ഒരു ചാഞ്ചല്യവും വരുന്ന പ്രശ്നമേ ഇല്ല. ഇൻഷാ അല്ലാഹ് സുപ്രഭാതം ദിനപത്രം വന്യരായ ചെറുശ്ശേരി ജയന്തി മുസ്ലിം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പാലക്കാട് സയ്യിദ് ഹൈദരി ശിഹാബ് തങ്ങൾ ഫണ്ട് നൽകിക്കൊണ്ട് ഉദ്ഘാടനത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിശ്ചിത സമയത്തത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. ഞങ്ങൾ ഫണ്ട് തന്ന് തുടക്കം കുറിച്ചിട്ടുണ്ടെങ്കിൽ മറുവിഭാഗത്തെ കാന്തപുരത്ത് വിഭാഗത്തെ മഹാനായ തങ്ങളവറുകൾ കൂരിയാട് മഹാസമ്മേളനത്തിൽ ജനലക്ഷങ്ങളെ സാക്ഷി നിർത്തി പറഞ്ഞത് മുസ്ലിം സമുദായം പുറങ്കാല് കൊണ്ടവരെ ചവിട്ടി മാറ്റുമെന്നാണ് പറഞ്ഞത്. പിന്നെ ചില ആളുകൾ വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ ഇന്നും. ഇവിടെ വലിയ പ്രശ്നമാണ്. നമ്മൾ മദ്രസന്ന് പിരിച്ചു കൊടുത്തതാണ് സുപ്രഭാതത്തിന്. പത്രം എവിടെയും ചോദിച്ച് പ്രശ്നം ഉണ്ടാക്കിയതല്ലോ. നിങ്ങൾ എവിടെ ചോദിക്കും? ഞാൻ പട്ടാമ്പിയാണോ? പട്ടാമ്പി എവിടെ ചോദിക്കും? ഒന്നിങ്ങനെ പതറും. ഏത് മദ്രസയാണ്? ഇപ്പൊ ഞാൻ 5 തിരിച്ചു വിളിക്കാറ്. വേറെ ചില ആൾക്കാർ വീണ്ടും ചോദിക്കും ഇവിടെ മദ്രസ ഭയങ്കര പ്രശ്നമാണ്, മഹല്ല് പിരിച്ചിട്ട് പത്രമില്ലാത്ത വലിയ പ്രശ്നമാണ്. നിങ്ങൾ എവിടെ ചോദിക്കും? പുൽപ്പറ്റ ഏത് മദ്രസ? നൂറുൽ ഇസ്ലാം മദ്രസ. നൂറുൽ ഏത് മദ്രസ? പുൽപ്പറ്റ നൂറുൽ ഇസ്ലാം മദ്രസ. അതും പറഞ്ഞ പറ്റില്ല ഉസ്താദ്, പൈസക്ക് ഉത്തരം കാണണം. പിന്നെ നൂറുൽ ഇസ്ലാം മദ്രസ ഏതാ പറയുന്നില്ല. അപ്പൊ ഞാൻ പിന്നെ തൽക്കാലം ചില ആൾക്കാരോട് മറുപടി പറഞ്ഞു, പിരിച്ച പൈസ കുറച്ച് ഷെയറുപാറക്ക് പള്ളി കൊടുത്തിട്ടുണ്ട്, കുറച്ച് കുറ്റിപ്പുറ അബ്ദുന്നൂറിന്റെ അടുത്ത് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, അവർക്ക് നഷ്ടപ്പെടൂല, ധൈര്യമായി വിശ്വസിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ സമാധാനിക്കുമ്പോൾ അവർക്ക് ഒരു മറുപടിയുമില്ല. അവരൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ടതില്ല. സുഫാത്തിൽ പിരിച്ചെടുത്ത് ജമ്മിയുത്തരമേ, അത് ഷെയറുപാറക്കിന് പിരിച്ചതുപോലാകൂല, അത് അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യുമെന്ന് സാന്ദർഭികമായി ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വചനത്തോടുകൂടി ഈ പരിപാടിക്ക് ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി സവിനയം അറിയിക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം വഅലിഹി വസഹബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.